കുറേ നാളുകൾക്ക് ശേഷമാണ് സുജിത വന്നോണ് അല്ലേ? നല്ല ദിവസം. സുജിതയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് പൈനാപ്പിള് കറി കൂട്ടി ചോറണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്തിനും നല്ല വേണമല്ലോ, നീ മാടിച്ചു നോക്കിയ പൈനാപ്പിൾ കറി ഇഷ്ടമാണോ സുജിതയ്ക്ക്? വെള്ളം കൊണ്ട് അയ്യോ. അങ്ങനെ പുതിയ പ്രവേശനോത്സവം അല്ല, ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. ജഗു 10ാം ക്ലാസ്സിലാണ്. ഇന്ന് ജഗുവിന് SPC ഉണ്ട്. അപ്പോൾ ജഗു SPCയുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നാക്കാൻ പോവാണ്. കാലത്ത് 8 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ആദ്യത്തെ ദിവസമായി. അപ്പോൾ ജഗുവിന് എല്ലാവരോടും പറയാനേ, പഠിച്ച് മിടുക്കനാവുമെന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവരോടും പഠിച്ച് മിടുക്കനാവണമെന്ന്. അപ്പോൾ ഞാനത് നീങ്ങട്ടെ. ഏത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ പറയണല്ലോ ഒന്ന്. ബെസ്റ്റ് ഓഫ് ലക്ക് ജഗു. ജഗ് സ്കൂളിൽ പോയിട്ടാ. അപ്പോൾ ഇന്ന് സുജിത വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് സുജിത വന്നോണ് അല്ലേ? നല്ല ദിവസം. അധികം വലിയ മഴയൊന്നുമില്ല, അല്ല നല്ല വെയില്, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. കാലത്ത് മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മൾ ഈ 2 പൈനാപ്പിള്, നമ്മുടെ വീട്ടിലത്തെ പൈനാപ്പിള് കുറേ നാളായി, 10 ദിവസമായി കൊണ്ട് പൊട്ടിച്ച് വെച്ചിട്ടില്ലേ? അധോലോകക്കാരൊക്കെ വന്നിട്ട് നോട്ടിട്ടു ഇതുമേ. ഇതുവരെയായിട്ട് ഇതിൽ കേടുവന്നിട്ടില്ല എന്നുള്ളതാണ്. എത്ര നാളെ അത് ജൈവത്തിന്റെ പ്രത്യേകതയാണ്. പൈനാപ്പിൾ കറി ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞ പർപ്പസ്ഫുള്ളി ഇട്ടതാണ്. അവള് പിന്നെ അറിയാണ്ട് ഇട്ടിട്ട് വന്നതാ. എനിക്ക് പിന്നെ പണിയെടുക്കേണ്ട കാരണം മഞ്ഞിട്ടില്ല, നമ്മൾ മഞ്ഞിട്ടില്ലേ. അപ്പോൾ സുജിതയ്ക്ക് ഇന്ന് അവൾക്ക് ഞങ്ങൾക്ക് പോകണ്ടായിട്ടില്ല. സുജിതയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് പൈനാപ്പിള് കറി കൂട്ടി ചോറണമെന്ന് ഭയങ്കര ആഗ്രഹം. ആര് പറഞ്ഞു? അവള് പറഞ്ഞു. കണ്ട കണ്ട അതിന്റെ കിട്ടി കേക്കി. ഇന്ന് കാലത്ത് എന്നോട് പറഞ്ഞേ, നിനക്ക് പൈനാപ്പിൾ കറി ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാട്ടാ. സരിതയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനാണ് ഈ പൈനാപ്പിൾ കറി. അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങാതാണ് കാലത്ത് എന്നോട് പറഞ്ഞിട്ടായിരുന്നേ. ഇപ്പൊ ഇവളെ കണ്ടപ്പോ ഇത് മാറ്റി. തെറ്റി പറഞ്ഞതാ. എനിക്കറിയില്ല. ആർക്കായാലും പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പൈനാപ്പിൾ പുളിശ്ശേരി. ഭയങ്കര ഇഷ്ടം. പച്ചടി അല്ല, ഇവര് ഇത് ചെയ്തോട്ടെ, പക്ഷെ നമുക്ക് അങ്ങനെയില്ല കേട്ടോ. എനിക്ക് പണികളുണ്ട്. വേറെ ഒരു സംഗതി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കിഴി കെട്ടി വെച്ചിട്ടുള്ള ചക്ക, കിഴി കെട്ടിയില്ല, മറ്റേ ചാക്ക് കെട്ടി വെച്ചിട്ടുള്ള ചക്ക. ഇവിടെ ഭയങ്കര മണം വരുന്നത് നമ്മുടെ വിയറ്റ്നാമേരിൽ. ഇത് കണ്ട ചാക്ക് കെട്ടി വെച്ചപ്പോഴേ എല്ലാവരും നോക്കി, അവരെ മുഖത്ത് നോക്കി രണ്ടുപേരെയും ആകാംക്ഷയാണ്. നമ്മൾ തുറക്കണം കേട്ടോ, നമ്മൾ തുറക്കാണ് ഫാസ്റ്റത്തെ. നമ്മുടെ ഇതാണ് ശരിക്ക് മൂത്ത് പഴുത്തിട്ടുള്ള കട. നല്ലപോലെ നല്ലതായില്ലേ, നല്ല കളറായി. സരിത കത്തി അല്ല, നല്ല മണം വരുന്നുണ്ട്. ഞാൻ കത്തി എടുത്തിട്ട് വരാം. അവൾക്കറിയില്ല. ആദ്യമായിട്ട് ഇപ്പൊ ഇവിടേക്ക് 2 ചോളത്തിന് ഭാഗ്യണ്ട്. ഒക്കെ സുജിതയുടെ ഭാഗ്യം, എല്ലാം സുജിതയുടെ ഭാഗ്യം. അല്ല, അതിനും ഒരു ഇത് വേണമല്ലോ. നമ്മുടെ വിയറ്റ്നാമേരിൽ ആളുകൾ കുറെ പേര് ചോദിക്കുന്നത്, അറിയോ, ഈ വിയറ്റ്നാമേരിൽ വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായിരുന്നു? നമ്മളിപ്പോ 3 കൊല്ലം 2.5 കൊല്ലം അതിൻ്റെ സരിത. എനിക്ക് ഓർമ്മയില്ല. 2.5 കൊല്ലൊന്നും ആയി. 2.5 കൊല്ലായാ ഈ റംബുട്ടാനൊക്കെ വെച്ചേക്കണേ? അതിന് തൊട്ട് മുമ്പ് ആ സമയത്ത് തന്നെ വെച്ച ഏകദേശം. സുജിത വന്നു തുടങ്ങിട്ട് 2 കൊല്ലായാ. നോക്കിയാ ഇതിന് മണ്ണം തന്നെ ഇല്ലേ? ഇത് നിന്ന് പെടുന്നു. അയ്യോ കത്തിത്തോണേ. ചേട്ടൻ പറഞ്ഞിട്ട് എന്തിനും നല്ല മണല്ലേ, നീ മാടിച്ചു നോക്കിയേ. ഇതിന്റെ ഈ ഒരു മഞ്ഞ കളർ വന്നു. പിന്നെ അത് മാത്രല്ല, ഇതിന്റെ ഈ മുള്ളുകളൊക്കെ പരന്നു കണ്ടാ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ട് വിരലോടിപ്പിക്കാം കേട്ടാ. അതിനെ കണ്ടാ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ കുത്തി ഇറക്കില്ലാന്ന്. ഇവിടുന്ന് ഒരു ചോള തിന്നിട്ട് പോവാം. ഒരു സ്വല്പം നമ്മൾ എടുക്കണം കേട്ടാ. ഇതാ നോക്കിയേ, വന്ന് കാണു നീ. അതന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ചേട്ടൻ. തൊട്ട് കൊടുക്കല്ലോ. അലുവ മുറിങ്ങിനെ പോലെ നിറച്ച് ചോളയാ. അയ്യോ, വെളിച്ചെണ്ണ കുപ്പി അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? അത് കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആവശ്യമില്ലേ. മുളഞ്ഞില്ലേ? കൈ കഴുകിട്ട് തിന്നേ. അല്ല, എന്നാലും ഭയങ്കര ടേസ്റ്റ് തരുതേ. കഴിച്ചിട്ട് പറയും. അല്ല, ഇത് ടേസ്റ്റ് പഴുത്താണിത്. അതിൻ്റെ സാധനം
രസമുണ്ട്. വെള്ളം കയറിയില്ലേ? ചെറിയ ഇതിരി വെള്ളം കയറി എന്നുള്ളൊരു പോരായ്മ മാത്രമല്ല, വായന വെള്ളം വരാം. വെള്ളം കയറിയിട്ട് ഇത്ര രസം. അപ്പോൾ വെള്ളം കയറിയില്ലെങ്കിൽ സൂപ്പർ സാധനം. സുജിത പറയാം ചക്കേനെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂന്ന് നിതിനോട്. പിന്നെ ഒരു അനക്കം കിട്ടാണ്ട് കിട്ടിയിട്ടില്ല ചക്കിനിട്ടാ. ഇത് ആദ്യമായിട്ട് വിയറ്റ്നാമേരിൽ പറ്റില്ലല്ലോ. ഇതെല്ലാവർക്കും എല്ലാവരും ഇവർക്ക് കൊണ്ടു കൊടുക്കണം. നിനക്ക് ഒരു കഷ്ണം തരാം കേട്ടാ, വീട്ടിൽ കൊണ്ടുപോവാ. നമ്മൾ വേറെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഷോർട്ട് ഫിലിം, മറ്റേ ചേച്ചീരെ ഫിലോമിന് ചേച്ചീരെ പണിയെടുത്ത് അല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പണിയെടുക്കും ഒരു മൂടില്ല മോളെ, ഞാൻ നാളെ വരാം. അതുപോലെ ചക്ക കഷ്ണം കിട്ടിയ സുജിതയ്ക്ക് അടിച്ചു വരാൻ ഒരു മൂടില്ലാന്ന്. അത് ആ കഷ്ണം നീ കഴിച്ചേ? അത് അവള് തിന്നോളൂ, അവളെ ഇടയ്ക്കിടയ്ക്ക് റസ്റ്റ് എടുത്ത് തിന്നോട്ടെ. അതന്നെ, അത് നിനക്ക് തിന്നാൻ അത് വരാം കേട്ടാ. കോണിയിരിക്കണം. ആ എടുത്തോ. അതായത് നമ്മുടെ ഈ വർഷകാലം തുടങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാണ്ട് തുറന്നു സരിത. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിൽ കോഴികളുണ്ട് ഇട്ടപ്പടെ. കോഴികളെ കഴിച്ചിട്ടു. കോഴികൾക്ക് ഒന്ന് വെയിൽ കായാൻ വേണ്ടിയിട്ടേ അവരുടെ കൂട്ടിൽ നിന്ന് മാറ്റി. കണ്ടാ നമ്മുടെ ഈ മുരിങ്ങയ്ക്കില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. സരിത കൂട്ടാൻ വയ്ക്കട്ടെ, എനിക്ക് ഇവിടെ പണിയുണ്ട്. കോണിയോടെ വെച്ചോ? കോണിയോട് വെച്ചോളാൻ എനിക്കൊരു മോളി കയറാനാ. അല്ല ആരോട് പറഞ്ഞു കോണി വെച്ചോളാൻ? ഞാൻ എന്നോട് തന്നെ. അതെ, എന്നോട്. ഹായ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല കാറ്റ്. അടിപൊളി, നല്ല കാറ്റ്. ഹായ്, പണിയെടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള പൈനാപ്പിൾ കറി കഴിക്കാൻ പോണ സരിത. പ്രസിദ്ധമായ പൈനാപ്പിൾ കറി വേണ്ടിട്ടേക്ക് പറയണ കേട്ടെ. സദ്യക്ക് വയ്ക്കണ പോലത്തെ അല്ലേ നമ്മൾ സാധാരണ വയ്ക്കണ പോലത്തെ. ഇത് രണ്ടും കൊണ്ട് വെക്കണം. എനിക്ക് നമുക്ക് തിന്നാം. ഇതുവരെ തിന്നാനാണ് കേട്ടാ. ഈ പലകി കഴിയോണെന്നാ. അതതിന് വർഷകാലം ആവുമ്പോഴേ ഇതുമ്പോ ഒരു വെള്ള കളർ വരും. മറ്റേ പലകി വേണം? ഇല്ല, കുഴപ്പമില്ല. ഇത് കൊണ്ടുവന്നില്ല, ഇനി തന്നെ മതി. അപ്പം ഇത് നമുക്ക് തിന്നാൻ, ഇത് നമുക്ക് ഇപ്പൊ കൂട്ടാൻ വയ്ക്കാട്ടാ. കൂട്ടാൻ ചെറുത് മതിയാ? എന്തോരം കൂട്ടാൻ വയ്ക്കണം? അല്ല, എന്തോരം കൂട്ടാം. പ്രകൃതിയുടെ മിശ്രണം. വളരെ ചെറിയ പൈനാപ്പിളാണ് കേട്ടോ നമ്മുടെ. മറ്റെടുക്കാം. ഇതിന്റെ തോടുണ്ടല്ലേ വൈൻ ഉണ്ടാക്കാം. എന്തിനാലും ഉണ്ടാക്കിയിട്ട് ആർക്കാണ്? അതന്നെ, ആർക്കാണ്? ആ പൈനാപ്പിൾ കൂടി വേണം, തിന്നല് നടക്കില്ല. അരിയിൽ ഞാൻ അരിഞ്ഞോളാം, ചേട്ടൻ തൊലിച്ചെത്തി തന്നാൽ മതി. നല്ല സ്മൂത്തായി കേട്ടോ സാധനം, ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ പൊത്തുകളൊക്കെ എടുത്ത് കളയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ലേ. പക്ഷേ ചേർന്ന് കൂട്ടാൻ വയ്ക്കാനല്ലേ പാടാ. കൂട്ടാൻ വയ്ക്കല്ലേ ചെയ്യണ്ടേന്ന്. ഇത് നമ്മൾ വെറുതെ തിന്നാ ചെയ്യേണ്ടത് ശരിക്കും. തിന്നാൻ എടുത്തോ, മുഴുവനൊന്നും കൂട്ടാൻ വയ്ക്കണ്ട. കഴിഞ്ഞു. 2 കഷ്ണം, ഒരു കഷ്ണം കൂട്ടാൻ അല്ല തിന്ന് നോക്കിയോട്ടെ, ഇങ്ങനെ തിന്ന് നോക്കട്ടെ. 2-3 കഷ്ണം മുറുക്കി. നല്ല രസം. സുജിതിക്ക് ഒരു കഷ്ണം കൊടുത്താ. ഒരു കയ്പുണ്ടാ? ഒരു പനിക്കിൻ്റെ കഴിഞ്ഞു കേട്ടാ. അപ്പം ഈ സരിത നന്നാകട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കോഴികളൊക്കെ ഇല്ലേ ഇപ്പോൾ ചാത്തന്മാരില്ലാണ്ട് ഇവരിപ്പോൾ ശരിക്കും എന്ന് പറയുക നിത്യകന്നികളായിട്ട് കിടന്ന് കിടക്കുക. ചാത്തനെ ഒന്നുമില്ല നമ്മൾ. അപ്പോൾ 11 പിടകളില്ല, 12 ചാത്തനില്ല. ഇവിടെ കാണാറ് നോക്കിയേ, നിറഞ്ഞു വെള്ളം നിറയെ നാളികേരയിൽ കിടക്കുന്നത് നിറയെ. ഇന്നാൾ വരെ ഒരാഴ്ച മുമ്പ് വരെ പറ്റിയെടുക്കായിരുന്നു. ഒറ്റ 3-4 ദിവസം മഴയിലാണ് ഈ സാധനം നിറഞ്ഞത്. വെച്ചതരുത്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെള്ളമുണ്ട് അല്ലേ ഭൂമിയുടെ അടിയിൽ? നമ്മുടെ ഭൂമിയിൽ ഇത്രയ്ക്ക് വെള്ളമുണ്ട്. മൂക്ക് വേണോ ചേട്ടനെ? അതിലൊന്നും കളയണ്ട.
നമ്മുടെ വീട്ടിലുണ്ടായ സാധനം നമ്മൾ ഈ പീടിയെന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ തന്നെ മൂക്കെടുക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ജൈവ സാധനത്തിന് അത് എടുക്കാം. മൂക്കെടുത്ത് തിന്നിട്ടുണ്ട് പോവാം. സരിത കഴിക്കില്ല ചേട്ടാ, മൂക്ക് വിളിച്ച് പറയും ചോറിയും. ആ സാധനത്തിനേക്കാളും ടേസ്റ്റ് ഈ മൂക്കാ. കഴിച്ചോ സമാറാ എന്ന് പറഞ്ഞ സാധനല്ലേ അത് അതുപോലെ തോന്നുന്നുണ്ടാവുന്നു ഇപ്പോൾ ആളുകൾക്ക് കഴിക്കണത് സൗണ്ടാ. നമ്മളെ ഉരുളി ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് വീഡിയോയിൽ കാണണ്ട എങ്ങനെയുണ്ട്, തുറന്ന് കാണണമല്ലോ. കുട്ടിക്കാലത്തിലാണ് വെക്കുക അല്ലേ? അല്ല സദ്യകൾക്കൊക്കെ മറ്റേ ചരക്കിലല്ല, മറ്റേ ഉരുളിയിൽ അതിലല്ലേ വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒട്ടുരുളി ഉണ്ടെങ്കിൽ അതിലിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടാവും. അത് കർക്കിടക മാസം ആവാറാവില്ല. ഈ കർക്കിടക മാസം ആവാറാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പ്രൂണിങ്ങുകളല്ലേ അതൊക്കെ നടത്തണം. അപ്പോൾ നമ്മൾ ഒരു പാചകം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ മുരിങ്ങയാണിത്. ഇതിനെ എല്ലാ കൊല്ലം ഈ വർഷകാലത്തിൻ്റെ ടൈം ആകുമ്പോൾ ഇത് വെട്ടി ഒതുക്കി ഒന്ന് പെട്ടടിച്ച് നിർത്തും. പിന്നെ അടിപൊളി കൂമ്പുകൾ വരും. അപ്പോഴേക്കും കർക്കിടക മാസം കഴിയും. കർക്കിടക മാസം കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇല ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു കുരുമുളകാണ് കേട്ടോ വെച്ചോണത്. ഇവിടെ നമ്മുടെ സ്ഥലങ്ങളിലെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമല്ല ഇത് ഇപ്പോൾ അല്ലേ? ആളുകൾക്ക് വന്നു കഴിഞ്ഞാലേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ തോന്നില്ല. കുടിയിൽ കാറ്റും കൊണ്ടിരിക്കുക, പിന്നെ വർത്താനം പറഞ്ഞിരിക്കുക, ഉറങ്ങാം. ഇതിപ്പോൾ അവിടെ കിടന്നിട്ടുണ്ടെങ്കിലേ ഉറങ്ങി പോകും നമ്മൾ. കണ്ടോ, ഈ ഒരു കൊമ്പ് മുറിഞ്ഞു. മുരിങ്ങയ്ക്ക് താരതമ്യേന ബലം കുറവാണ് മുരിങ്ങയ്ക്ക്. ശരിക്കും മുരിങ്ങര എറിയുന്നതല്ല എത്തിയിട്ട് ഞാൻ ആളുകൾക്ക് ചില ആളുകൾക്ക് ഈ മുരിങ്ങ വെട്ടുന്നത് ഇഷ്ടമല്ല സരിത. മുരിങ്ങല കിട്ടാത്തവർക്കേ ചെറിയേട്ടൻ ഫുള്ള് എപ്പോഴും വെട്ടി ഒതുക്കി നിർത്തും. അപ്പോൾ നല്ല ഇല കിട്ടും, നല്ല ഇല കിട്ടും. അല്ല എല്ലാവരും വെട്ടി നിർത്തും. ഇല ഇഷ്ടമുള്ളവരൊക്കെ വെട്ടി നിർത്തും തോന്നുന്നു. ആ ഇല ഇഷ്ടമുള്ളവരെ വെട്ടി നിർത്തുള്ളൂ. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇല കിട്ടില്ല. നല്ല തളിർത്ത ഇല കിട്ടണമെങ്കിൽ വെട്ടി ഒതുക്കി നിർത്തണം. ജയൻ്റെ പറമ്പ് വൃത്തിയാക്കി കണ്ട നല്ല ഭംഗിയിൽ. സുജിത അവിടെ ചക്ക തിന്നണ്ടിരുന്നിട്ട് മടലടക്കം കഴിക്കല്ലേ? വിയറ്റ്നാമേരിലേക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മടലടക്കം കഴിക്കാം. നമ്മുടെ വെട്ടൽ കഴിഞ്ഞു. ഞാൻ സൈഡിൽ 2 ചില്ലുണ്ട്. വെയിലുകൊണ്ട് ആളുകൾ ഇപ്പം മരിക്കും. പരിപ്പും ചക്കക്കുരും മാങ്ങിയും വെച്ചിട്ട് ഉണക്കമീൻ വറക്കാം. പരിപ്പും ചക്കക്കുരും മാങ്ങി കൂട്ടാൻ ചേട്ടന് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ അവനെ പെട്ടടിച്ചു ഒരാളെ സരിത. നമ്മുടെ അന്തോണിയേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴേ അന്തോണിയേട്ടൻ മരിച്ചിട്ട് 5-6 മാസമായില്ല. ഇപ്പോൾ നമ്മുടെ 98 വയസ്സായിട്ടുള്ള അന്തോണിയേട്ടല്ലേ? അല്ല ഞാനിവിടെ പറഞ്ഞതാ മരിച്ചു എന്ന് പറയാ. എൻ്റെ അമ്മേ വെയിൽ. നമ്മുടെ മുരിങ്ങേര തണ്ടുകൾ വെടുപ്പാക്കട്ടെ കേട്ടാ. അത് കഴിഞ്ഞിട്ട് വേണം ആ മുരിങ്ങില്ലേ അതിനെ അലക്കണങ്ങ കമ്പോസ്റ്റ് കുഴിയിലേക്ക്. അരിഞ്ഞതേ നമ്മൾ കൂട്ടാൻ വയ്ക്കണത് എങ്ങനെയാണെന്നറിയോ? അരിഞ്ഞിട്ട് ഇതൊക്കെ വേവിക്കില്ലേ, വേവിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരച്ച് ചേർക്കും പൈനാപ്പിൾ. പക്ഷേ ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഈ പൈനാപ്പിൾ പുളിശ്ശേരി കണ്ടപ്പോഴേ ചേട്ടാ, ഈ വേവിക്കണേലും മുന്നേ പച്ച ഇതുണ്ടല്ലോ അത് അരച്ചിട്ട് ചേർത്തിട്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാനാ. അങ്ങനെ എന്നിട്ട് മാറ്റം എന്നറിയാലോ. അപ്പോൾ നമ്മൾ ആ 2 പൈനാപ്പിൾ എടുത്തിട്ട് ഇതാണ് കേട്ടോ ആകിയുള്ളത്. അതിൽ കുറച്ചൊക്കെ ചീഞ്ഞു പോയി. പിന്നെ ബാക്കി ഇതിലിട്ടു. ഇത് ഞാൻ അരച്ചിട്ട് വരാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, വെള്ളമൊഴിക്കുന്നു. പിന്നെ നമ്മൾ അരച്ചു കൊണ്ടുവന്ന കുറച്ചെടുത്ത് അരച്ചല്ലോ ആ പൈനാപ്പിൾ അരച്ചത് ചേർക്കാം അതിലേക്ക്. കലക്കി ഒഴിച്ചു. വേപ്പിൻ്റെ കേട്ടാ, കറിവേപ്പില. കുറേ നാളായി നമ്മൾ കുടിൽ കത്തിച്ചിട്ട് അടുപ്പ്.
കൂടില് കത്തിച്ചിട്ടാ കുടിലിൽ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് എന്ന് പറഞ്ഞു ഞാൻ ലാസ്റ്റ്. വാ ഇനി നമ്മുടെ അതിനെ വെട്ടണം. അതുമ്മ നമ്മളേ ബോഗമില്ലേ പടർത്തുന്നത് ഇതുമ്മ ഒരു പടർത്തിയിട്ടുണ്ട് ഞാൻ. പിന്നെ കുറേ ചെടികളുടെയൊക്കെ പ്രൂണിങ് നടത്താണ്ട് അതിൻ്റെ ഇതിൻ്റെയൊക്കെ കുറേ ഇതുകൾ ചെയ്യാണ്ട്. ഇതിൻ്റെ കടക്കിൽ നമ്മൾ നോക്കിയാൽ ഒരു ബോഗമില്ല പടർത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടെ. അത് പൊന്തി ഇത് ഞാൻ അതിനൊക്കെ ചരട് കെട്ടി കൊടുത്തു. ഇനിവൻ കയറിപ്പോവും. എന്നിട്ട് ഇതുമ്പോൾ നല്ല ഉണ്ടയായിട്ട് വേനൽക്കാലത്ത് നല്ല ഭംഗിയിലുണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം. അതൊക്കെയാണ് എൻ്റെ മോഹം. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഏതോ ഈണം. നാണമില്ലേ ഈ പാട്ട് പാടാൻ? ഈ പാട്ട് പാടാൻ നാണല്ലേ ഇത്? പൂത്ത നാൾ മധു തേടി അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ഈ മുരിങ്ങയിലേ മുരിങ്ങക്കായ ഉണ്ടാവില്ല, അതാണ് ഏറ്റവും വലിയൊരിത്. എത്രയോ കൊല്ലങ്ങളായി ഒരാണ്ടം മുരിങ്ങ വെച്ചതല്ല ഇത് രണ്ടും. ഞാൻ ഇതൊരാണ്ടൻ തന്നെയാണെന്നുണ്ട്, പക്ഷെ മുരിങ്ങ ഉണ്ടായില്ല. വീട്ടിലൊരു മുരിങ്ങക്കായ അതെന്തിനാവും? നമ്മുടെ വീട്ടിൽ മുരിങ്ങക്കായ പിടിക്കില്ലല്ലോ സരിതേ. ഭയങ്കര അത്ഭുതം തന്നെയാണ്. അതെ എന്താന്നറിയോ ഇത് കാരണം എന്നറിയോ സരിതേ? നമ്മുടെ അവിടെ വെള്ളം കൂടുതലാ, മുരിങ്ങയ്ക്ക് വരണ്ട കാലാവസ്ഥയായിരിക്കണം. ചേട്ടൻ അല്ല കോണി കിടന്ന് വിറയ്ക്കണു. കോണി വിറയ്ക്കൊന്നുമില്ല. അയ്യോ അതാണ് മുരിങ്ങയുടെ കൊമ്പും പിടിച്ച് വേണ്ട, നീ ആണ് മറിഞ്ഞു വേണ്ട. അതായത് ഒരു വിലയില്ലാത്ത സാധനം ഇത് കണ്ട, വെറുതെ ഒരു ഉണ്ണിപ്പിണ്ടി നിതിനപ്പുറത്ത് വീണു ചാടി. ഒന്നും സംഭവിച്ചില്ല. കറക്റ്റ് കാല് മറ്റേ ശരിക്ക് നാല് കാല് കുത്തിന്നേ, 2 കാല് ഭാഗ്യല്ലേ. അവനെന്തോ പറ്റിട്ടാ? ഇല്ല അവന്റെ വീഡിയോ അല്ല ചാടിയാലും ഇത്ര താഴ്ചയിലേക്കല്ലേ ചാടിയേ. വിലക്കം പറ്റിയാ? അല്ല കാലിന് വല്ല വിലക്കം പറ്റും ചോദിക്കുക. ഇല്ല ഇത്ര ഹൈറ്റിലേക്കല്ലേ ചാടിയേ. നീ നടന്നു നോക്കിയേ, നടക്കാൻ പറ്റുണ്ടോ നോക്കിയേ. വലിയ താഴ്ചയിലേക്ക് ചാടിയില്ല. ഇനി അപ്പുറത്തുനിന്ന് വെട്ടണം, അപ്പുറത്തുനിന്ന് പറ്റില്ല എനിക്കിനി. ഭാഗ്യം. ചേട്ടൻ നാളെ ഉടയ്ക്കണം. എൻ്റെ കയ്യിലാണല്ലോ വെട്ടോത്തി. ഈ വെട്ടത്തിൻ്റെ കാര്യമില്ല, അത് മറ്റേ വെട്ടത്തിയാ. വെള്ളം കൊണ്ടുപോയി. അയ്യോ അയ്യോ അപ്പോഴേ അങ്ങോട്ട് പോയതല്ലേ വെറുതെ തീ നീക്കാൻ പോയതാ. കൈമാണ്ടാ കുഴപ്പമില്ല, വെള്ളമൊക്കെ പോയി. സാരില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നാമതി കിടന്നു. അപ്പം ഞാൻ തീ നീക്കാൻ പോയത്, അപ്പോൾ തീ വെട്ടും ഞാൻ അറിഞ്ഞില്ല. അയ്യോ ഒരു തുള്ളി വെള്ളം കിട്ടി. അതെങ്ങിയത് നല്ല രസം. അയ്യോ കുറേ വെള്ളം ഉണ്ടായിരുന്നു. നാളെ ചെയ്യാറ് ഞാൻ. കൂട്ടാൻ്റെ തളവെന്ന് തുടങ്ങി സരിതാ. നാളെ ചെറിയ വെച്ചിട്ടുണ്ട് ഞാൻ. മൂടിയിടാം. ഈ സൈഡിൽ വർഷകാലത്ത് ഇനി ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ തുടങ്ങാല്ലേ. ആളുകൾ വേണം കംപ്ലീറ്റ് വെട്ടി ഇറങ്ങട്ടെ. പൈനാപ്പിൾ അവിടെ കിടന്ന് തിളക്കിണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നാളികേരം അരയ്ക്കാം. അമ്മീമ വേണമെങ്കിൽ അരയ്ക്കാം, പക്ഷെ അമ്മീര അവിടെ നല്ല വെയിലാണ്. കോഴികളൊക്കെ അവിടെ മുട്ടയിട്ടുണ്ട്. കോഴികളൊക്കെ കാർപ്പിച്ച് നടക്കണ്ടല്ലോ. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, ഒരു 4-5 പച്ചമുളക് ഇട്ടു. പിന്നെ വേണ്ടതാണ് തൈര്. ഇത് നല്ല പുളിയല്ലേ ചേട്ടാ തൈര്? എന്താ ചേട്ടൻ ക്ഷീണിച്ചാ? തൈര് ഒഴിക്കണം. ക്ഷീണിച്ചല്ലോ ചേട്ടൻ. വെയിലിൻ്റെ ചൂടുകൊണ്ട് സഹിക്കാനില്ലേ. കുറച്ച് തൈര് ഒഴിച്ചു കൂട്ടാ, അധികം ഒഴിച്ചില്ല. നല്ല പുളിയുള്ള തൈരായതുകൊണ്ടേ. അപ്പം ഇത് ഞാൻ അരച്ചിട്ട് വരാം. അരച്ചു കൊണ്ടുവന്നു കേട്ടാ. പറ്റി തുടങ്ങിയില്ലേ കൂട്ടാൻ? വെന്തു. അരച്ച് ചേർത്തല്ല ഇതൊന്നും ഇല്ല അതിൽ.
അരപ്പ് ചേർക്കണേ. അത് ചേർക്കണം. കോഴി പൊട്ടിച്ചിരിക്കണ്ടല്ലോ. കോഴി മുട്ടയിട്ട് പോകുന്നൊരു സംശയമുണ്ട്. എന്താ കോഴി മുട്ടയിട്ടില്ല, വെറുതെ തന്നെ കളിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊണ്ട് കുറുകി തുടങ്ങി. അപ്പം ഇനി മധുരം ചേർക്കാം നമുക്ക്. ആ, പഞ്ചസാര ചേർക്കും. നമ്മൾ ശർക്കര ചേർക്കണം കേട്ടാ. 1 ടീസ്പൂൺ ശർക്കര ചേർക്കണം. മതിയില്ലേ? അത് മതി, അധികം വേണ്ട. സദ്യക്ക് ഇത് മധുരം ഉണ്ട്. ഈ പൈനാപ്പിളിന് നല്ല മധുരമുള്ളതുകൊണ്ടേ, നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ഇതിനൊരു മധുരം ഉണ്ട്. അത് മതി. അടിപൊളി കൂട്ടാനായിട്ട് ചാറ് കുറുകി നല്ല കൂട്ടാനായി മാറി. ഇനി കാച്ചി കഴിഞ്ഞിട്ട് കാച്ചാൻ പോവാ. ചേട്ടൻ ചട്ടി പൊട്ടിട്ടാ. ചട്ടിക്കണ്ട ഒരു വിള്ളല്. അത് പൊട്ടട്ടെ. കൂട്ടാൻ പുറത്തേക്ക് പോകേണ്ടത് മതി. തള്ളച്ചോണ്ടിരിക്കുന്ന എവിടെ പൊട്ടിയത്? ഇതില് പൊട്ടിയില്ലേ? അയ്യോ ഭയങ്കര തള്ളച്ചോണ്ടിരിക്കുന്ന മഴ പെയ്യും ചേട്ടാ. സൂപ്പർ കൂട്ടാൻ. ഞാൻ വെയിലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേറിയിരിക്കുന്നു. പക്ഷെ ബാക്കി പണി മഴയത്തെടുക്കാം. ഇത് അന്താരാഷ്ട്ര മഴക്കാലം. ഭയങ്കര മറ്റേ അന്തരീക്ഷം എന്നാ പറയുന്നത്. അന്തരീക്ഷത്തില് മഴക്കാര് വന്നു കണ്ടാ. സുജിത ചോറിനാറായി. ചോറിനാറായോന്ന് സുജിത. കൂട്ടാൻ കാച്ച വെളിച്ചെണ്ണ ഒഴിച്ചുട്ടാ. കടുക് ഉലുവിടൂ. ഉലുവെടുക്കാൻ പോവാൻ വയ്യ എനിക്ക്. ഉലുവിന് വേണ്ട. മഴ പെയ്ത 2 ഉലുവയും കൂടി പൊട്ടിക്കാം കടുകിന്റെ കൂടെ. മാമ്പഴ പുളിശ്ശേരി ഇതിന്റെയൊക്കെ വറവൊന്നും തന്നെയാണ് കേട്ടോ. സാമ്പാർ കുറെ കൂട്ടാനല്ലേ, മലയാളികളെ കൂട്ടാനല്ല കുറെ എണ്ണം ഒരേ വറവാണ്. അതിന്റെ രീതി മെത്തേഡ് ആക്ടിങ് എന്തൊക്കെയോ പറയുന്നു ചേട്ടൻ. കൂട്ടാൻ അടിപൊളിയായി. നോക്കിയേ കണ്ട കൂട്ടാൻ അടിപൊളി കൂട്ടാൻ. ഇനി ചോറ് എടുത്തോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ചോറ് എടുത്തോട്ടാ. സുജിത വാ, ചോറിനാ വാ. അവിടെ ഇരുന്ന് കഴിക്കാം കുടില്ലേ. ഇവിടെ നല്ല സുഖമായിരിക്കാൻ, കാറ്റും കൊണ്ടിട്ട് ഇവിടെ സുഖമായിട്ട് ചോറിനാനായിട്ട്. നിങ്ങൾ 2 പേരും മഞ്ഞകളല്ലേ? മഞ്ഞക്കിളികൾ. വാ അതിന്റെ ചോറിനാ വിളിച്ച് വരുത്തിയിട്ട്. പൈനാപ്പിൾ കറി ഇഷ്ടമാണോ സുജിതയ്ക്ക്? നമ്മുടെ ജൈവ പൈനാപ്പിളാണ്. ഇത് മാത്രം കൂട്ടി ചോറിനാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിനക്ക് ചിക്കൻ കറി ഉണ്ട്. മുതിര കൂട്ടാൻ വേണോ? രാവിലെ വെച്ചത് മുതിര കൂട്ടാനായിരുന്നു. ചിക്കൻ കറി പപ്പടം കൊടുത്തു ചേട്ടാ. ഞാൻ മുതിര കൂട്ടാൻ എടുത്തിട്ട് വരാം. കഴിച്ചു നോക്ക്. കൂട്ടാൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞോട്ടാ. ടേസ്റ്റ് പറയൂ സുജിതേ. രസമുണ്ടാ? എന്നിട്ട് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ പറഞ്ഞോട്ടാ. അതെ, ചോറിൽ ഉപ്പില്ലാത്തത് കൊണ്ട് ചിലപ്പോ ഒരു ചോറിൽ ഉപ്പില്ലാത്തതിന്റെ കൂട്ടാൻ പറയുന്നല്ലേ. അല്ല കൂട്ടാൻ പറയുന്നല്ല, ഈ ടേസ്റ്റ് പറയുന്നല്ലേ. ചോറിൽ ഉപ്പ് ഉണ്ടാവില്ല. സരിതേ ഇപ്പൊ ഉപ്പിടാറില്ല. മുതിര കൂട്ടാൻ വരുന്നുണ്ട്. മുതിര കൂട്ടാൻ കാലത്തൊക്കെ ഞാൻ മുതിര കൂട്ടാനായിരുന്നേ. പിന്നെ മുതിര കൂട്ടാൻ വന്നു. ഞാൻ പപ്പടം കൂടിയിട്ട് മഴക്കി. ഉപ്പ് പൊടി ഇടണ ചോറില്? ഇപ്പൊ ഇടാറില്ലല്ലോ. ഇത് ഇങ്ങനെ കഴിച്ച് അഡ്ജസ്റ്റ് ആയി തുടങ്ങിയില്ലേ? ശീലായില്ലേ? അത്രേ ഉള്ളൂ. അല്ല അപ്പൊ എന്താ കാര്യം? ചോറില് ഉപ്പ് ഇടാണ്ടിരിക്കണേന് പിന്നെ വല്ല പ്രയോജനം ഉണ്ടാ? കറിയിൽ അല്ല ചിലവരെ ചോറിൽ ഉപ്പിടില്ല, എന്നിട്ട് കൂട്ടാലും ഉപ്പ് കൂടുതലിടും. പരമാവധി പൊടിപ്പിന്റെ ഉപയോഗം കുറച്ചിട്ടേ കല്ലുപ്പ്
വേണമെന്ന് ഉപയോഗിക്കാം. നമുക്കിനി കല്ലുപ്പ് കലക്കിയിട്ട് വെള്ളം അന്ന് നമ്മൾ പണ്ട് ചെയ്ത് തുടങ്ങില്ല അതുപോലെ ചെയ്യാട്ടാ. അപ്പം ഞങ്ങൾ ചോറിന കേട്ടാ. അപ്പോൾ സുജിക്ക് ഇഷ്ടമായില്ലേ കൂട്ടാൻ? അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം വേണ്ട നിനക്ക് ഇത് പപ്പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ തിന്നാണ്ടാവേ. അതുകൊണ്ട് ഞാൻ ചോറ് വളരെ കുറവുണ്ട്. എന്താ പറഞ്ഞ പോലെ ചേട്ടാ ചോറ് കുറവ്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം. മതിയെന്നാ ചോറിനിട്ടാടാ അവള്.